തട്ടിക്കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. തിരുവനന്തപുരം വിഴിഞ്ഞം തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിലുണ്ടായിരുന്ന 4 പേരെ തിരിച്ചെത്തിച്ചു. കാണാതായ രണ്ടാമത്തെ വള്ളം തമിഴ്നാട് കുളച്ചലിന് സമീപത്ത് നിന്ന് കണ്ടെത്തി. വള്ളത്തിലുണ്ടായിരുന്ന 4 പേരും സുരക്ഷിതരാണ്. സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയ ആശങ്കയിലാണ് വിഴിഞ്ഞം തീരം ഉണ്ടായിരുന്നത്. മത്സ്യബന്ധനത്തിനായിട്ട് പോയ തങ്ങളുടെ ഉറ്റവരെ കാണാനില്ലാത്തതിന്റെ സങ്കടത്തിലായിരുന്നു തീരം. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് അവരെ തേടി ആശ്വാസ വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്. 2 വള്ളങ്ങളാണ് കാണാതെ പോയിട്ടുണ്ടായിരുന്നത്. 2 വള്ളങ്ങളിലായിട്ട് 8 പേരെ കാണാനില്ല എന്ന വാർത്തയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 8 പേരെയും കണ്ടെത്തി എന്നുള്ള വാർത്ത കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ വിഴിഞ്ഞം തീരമുള്ളത്. നമ്മൾ കാണുന്നത് പോലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവരെ തേടി കാത്തിരിപ്പായിരുന്നു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ഈ തീരത്തുള്ള എല്ലാവരും തന്നെ ഇവിടെ അവർ എത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആശങ്കയിലും സങ്കടത്തിലും കാത്തിരിക്കുകയായിരുന്നു ഈ പള്ളി മുറ്റത്ത്. ഇപ്പോൾ അവർ വലിയ സന്തോഷത്തിലാണ്. ആശങ്കയൊഴിഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. നിലവിൽ ഇപ്പോൾ സഹായ മാതാ വള്ളത്തിലെയും അതുപോലെ തന്നെ ഫാത്തിമ മാതാ വള്ളത്തിലെയും ഈ 2 വള്ളങ്ങളിലായിട്ടാണ് 8 പേർ പോയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു വള്ളം തിരിച്ചെത്തിയ ഒരു വള്ളത്തിലുണ്ടായിരുന്ന 4 പേരും തീരത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നോക്കുന്നതിന് വേണ്ടിയിട്ടും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഫാത്തിമ മാതാ വള്ളത്തിൽ പോയ 4 പേരെ കൂടിയാണ് കരയിലേക്ക് എത്തിക്കേണ്ടതുള്ളത്. നിലവിൽ അവര് കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ വള്ളം കടലിനകത്ത് വെച്ച് തന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് കുളച്ചൽ പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോയ മറ്റൊരു വള്ളത്തിലുണ്ടായിരുന്നവരാണ് ഇവരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് ഇനി അവർ ഈ തീരത്തേക്ക്, വിഴിഞ്ഞം തീരത്തേക്ക് എത്താൻ ഇനിയും സമയമെടുക്കും. കരമാർഗമായിരിക്കും അവരെ തീരത്തേക്ക് എത്തിക്കുക എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. അങ്ങനെ മത്സ്യബന്ധനത്തിന് പോയ 8 പേരും സുരക്ഷിതരാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന്റെ ആശ്വാസത്തിലാണ് തീരമുള്ളത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു വള്ളം അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 5 പേരുണ്ടായിരുന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 3 പേർ ആ സമയം തന്നെ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരാളുടെ മൃതദേഹമാണ് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഒരാളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയുണ്ട്. സ്റ്റെല്ലസ് എന്ന ആൾക്ക് വേണ്ടിയുള്ള കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാണാതെ പോയ 2 വള്ളങ്ങളിലും ഉള്ളവർ സുരക്ഷിതരാണ്. ആ ആശ്വാസത്തിലാണ് തീരം ഇപ്പോഴുള്ളത്. നിലവിൽ ഇപ്പോഴും വലിയ കാറ്റും മഴയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിപ്പോഴും തുടരുകയാണ്. കൃത്യമായിട്ട് മത്സ്യത്തൊഴിലാളികൾ ആ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഈ കാണാതെ പോയി എന്ന് പറയുകയും തിരിച്ചെത്തുകയും ഒക്കെ ചെയ്തവർ അലേർട്ട് വരുന്നതിന് മുൻപാണ് മത്സ്യബന്ധനത്തിനായിട്ട് പോയത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അവർ കടലിനുള്ളിലേക്ക് മത്സ്യബന്ധനത്തിന് പോയതിന് ശേഷമാണ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പുതുക്കിയ ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ മോശം കാലാവസ്ഥ കടലിൽ ഉണ്ടാവുകയും അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയുമാണ് ചെയ്തത്. അതിലൊരു വള്ളം അപകടത്തിൽപ്പെടുകയും ചെയ്തു. അതിനാലാണ് അവർക്ക് വരാൻ കഴിയാതെ പോയത്. എന്തായാലും വ്യാഴാഴ്ച വൈകിട്ട് 3:45 മണിയോട് കൂടിയാണ് മത്സ്യബന്ധനത്തിന് അവർ പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വലിയ ആശ്വാസത്തിലാണ്. അവർക്ക് മറ്റ് അപകടങ്ങളൊന്നും വരാത്തതിൽ ഇപ്പോൾ നിലവിൽ തീരം ഉള്ളത്. എന്തായാലും അലേർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് മത്സ്യത്തൊഴിലാളികളോടായിട്ട് പറയാനുള്ളതാണ്. കേരള, കർണാടക തീരങ്ങളിൽ ജൂൺ 1 വരെയും ലക്ഷദ്വീപ് തീരങ്ങളിൽ 3 വരെയുമാണ് നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് മറ്റു ഒരു കാര്യമായിട്ട് എടുത്തു പറയാനുള്ളത്. ക്യാമറമാൻ ഷാൻ ജേസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്. പാലക്കാട് വൻ ലഹരിവേട്ടയുണ്ടായിരിക്കുന്നു. പാലക്കാട് കോങ്ങോടാണ് MDMA-യുമായിട്ട് 2 പേർ പിടിയിലായിരിക്കുന്നത്. ഇതടക്കമുള്ള നിരവധി വാർത്തകൾ കാത്തിരിക്കുന്നു. ആതിര CS ഇടവേള കഴിഞ്ഞാൽ വാർത്തകളുമായി ചേരും.